ഇറാനിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ ചർച്ച തുടങ്ങിയതായി റിപ്പോർട്ടുകൾ. അമേരിക്കൻ വിലക്ക് നീങ്ങിയ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ നൽകാൻ താൽപ്പര്യമുണ്ടെന്ന് ഇറാൻ അറിയിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര വിപണിയിലെ വിലയേക്കാൾ $3-4 കിഴിവ് ഇന്ത്യക്ക് നൽകാമെന്ന് ഇറാൻ അറിയിച്ചെന്നും വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാനിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങാൻ ഇന്ത്യ തയ്യാറായേക്കും. എന്നാൽ ഗൾഫ് രാജ്യങ്ങളുടെ അതൃപ്തിക്ക് ഇത് ഈടാക്കാതിരിക്കാനുള്ള വഴികൾ തേടുമെന്നും സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. അമേരിക്കൻ വിലക്കുണ്ടായിരുന്നപ്പോൾ ചൈനയിലേക്കാണ് പ്രധാനമായും ഇറാൻ എണ്ണ കയറ്റുമതി ചെയ്തിരുന്നത്. ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടന്ന ഇന്ത്യൻ കപ്പലുകളിൽ ഇനി 12 എണ്ണമാണ് തിരിച്ചെത്താനുള്ളതെന്ന കണക്കാണ് ഷിപ്പിംഗ് മന്ത്രാലയം നൽകുന്നത്. അതേസമയം US, ഇസ്രായേൽ, ഇറാൻ സംഘർഷങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ ആഗോള എണ്ണ വിപണി സാധാരണ നിലയിലേക്ക് മടങ്ങിയെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില യുദ്ധത്തിന് തൊട്ടു മുൻപുള്ളതിനേക്കാൾ കുറഞ്ഞു. WTI ക്രൂഡ് വില ഇന്നലെ $70 താഴെ എത്തി. ബ്രെന്റ് ക്രൂഡ് വില $72 താഴ്ന്നു. യുദ്ധസമയത്ത് $120 വരെ എത്തിയ എണ്ണവിലയാണ് താഴ്ന്നത്. ഇന്ത്യയിലെ ഇന്ധനവിലയെ ബാധിക്കുന്ന ഇന്ത്യൻ ക്രൂഡ് ബാസ്ക്കറ്റിൽ ഇപ്പോൾ ബാരലിന് $70 ക്രൂഡ് വില. യുദ്ധകാലത്ത് $187 വരെ ഉയർന്നിരുന്നു. ഹോർമുസിൽ ഗതാഗതം സാധാരണ നിലയിലാകാൻ ഏതാനും ആഴ്ചകൾ കൂടി എടുക്കുന്നതിന് മുമ്പായിരുന്നു ഇത്തരത്തിൽ ക്രൂഡ് ഓയിൽ വിലയുടെ മാറ്റങ്ങൾ വന്നത്. ഇതോടെ ക്രൂഡ് വില ഇനിയും താഴുമെന്നായിരുന്നു വിലയിരുത്തൽ വന്നത്. പക്ഷേ പെട്രോൾ, ഡീസൽ വിലകൾ ആനുപാതികമായി കുറയ്ക്കുന്ന കാര്യത്തിൽ എണ്ണ കമ്പനികൾ തീരുമാനമെടുത്തിട്ടില്ലായിരുന്നു. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഓയിൽ ടാങ്കറുകളുടെ എണ്ണം ഇരട്ടിയായിരുന്നു. സുരക്ഷാ ഭീതി ഒഴിഞ്ഞതോടെ കപ്പലുകൾ ട്രാൻസ്പോണ്ടറുകൾ ഓൺ ചെയ്ത് സുരക്ഷിതമായി യാത്ര ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച മാത്രം 30 ദശലക്ഷത്തിലധികം ബാരൽ ക്രൂഡ് ഓയിലാണ് ഏഷ്യയിലേക്ക് എത്തിയതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇറാൻ വൻ കിഴിവിലാണ് ഏഷ്യൻ രാജ്യങ്ങൾക്ക് എണ്ണ നൽകുന്നത്. ഗൾഫ് രാജ്യങ്ങളും ഉൽപാദനം പഴയ പടിയാക്കിയിട്ടുണ്ട്. അതേസമയം ഹോർമുസിലെ നാവികരെ പുറത്തെത്തിക്കുന്ന ദൗത്യം അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ നിർത്തിവെച്ചു. കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് തീരുമാനം. ഒമാൻ തീരത്താണ് കാർഗോ കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. ഇറാൻ അമേരിക്ക ധാരണയ്ക്ക് ശേഷം ആദ്യമായാണ് ആക്രമണം ഉണ്ടാവുന്നത്. നിശ്ചയിച്ച റൂട്ടിലൂടെ കപ്പലുകൾ പോകണമെന്നും മറിച്ചായാൽ സുരക്ഷാ ഗ്യാരണ്ടി ഉണ്ടാകില്ലെന്നും ഇറാൻ അറിയിച്ചു. ഉത്തരവാദിത്തം കപ്പൽ ഉടമകൾക്കും കമ്പനികൾക്കും കപ്പൽ കമാൻഡർമാർക്കുമായിരിക്കുമെന്നും ഇറാൻ അറിയിച്ചു. കൂടാതെ ചരിത്രത്തിലെ ഏറ്റവും വലിയ എണ്ണ പ്രതിസന്ധിയെക്കുറിച്ച് ആശങ്കപ്പെട്ടതിന് ശേഷം വിപണി ഇപ്പോൾ ഭയപ്പെടുന്ന മറ്റൊരു കാര്യമാണ് എണ്ണയുടെ അമിത ലഭ്യത. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് അടുത്ത വർഷം വലിയ തോതിൽ എണ്ണ കെട്ടിക്കിടക്കാൻ കാരണമായേക്കാമെന്ന് IEA മുന്നറിയിപ്പ് നൽകുന്നു. പശ്ചിമേഷ്യയിലെ എണ്ണ ഉൽപാദനം സാധാരണ നിലയിലാകുന്നതോടെ അടുത്ത വർഷം എണ്ണയുടെ വിതരണം ആവശ്യകതയേക്കാൾ പ്രതിദിനം 4.7 ദശലക്ഷം ബാരൽ കൂടുതലായിരിക്കുമെന്നാണ് പ്രവചനം. ഹോർമുസ് കടലിടുക്ക് വേഗത്തിൽ തുറക്കുകയാണെങ്കിൽ കെട്ടിക്കിടക്കുന്ന 100 ദശലക്ഷം ബാരൽ എണ്ണ പെട്ടെന്ന് വിപണിയിലെത്തുമെന്ന് കമോഡിറ്റീസ് ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമായ കെപ്ലറിലെ സീനിയർ ക്രൂഡ് റിസർച്ച് അനലിസ്റ്റ് മുയൂഷു പറഞ്ഞു. ഒപ്പം US ഉപരോധം നീങ്ങുകയാണെങ്കിൽ ഇറാനും ഉൽപാദനം ശക്തമായി വർദ്ധിപ്പിച്ചേക്കും. ഈ പ്രതിസന്ധി ദീർഘകാല അടിസ്ഥാനത്തിൽ ആഗോളതലത്തിൽ പുനരുപയോഗ ഊർജ്ജത്തോടുള്ള താൽപര്യം വർദ്ധിപ്പിച്ചു. ഇവകൾ ബാറ്ററികൾ, സോളാർ എന്നിവയിൽ ലോക നേതാവായ ചൈന യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ മാർച്ച് മാസത്തിൽ ശുദ്ധമായ ഊർജ്ജ സാങ്കേതിക ഉൽപ്പന്നങ്ങളുടെ റെക്കോർഡ് കയറ്റുമതിയാണ് നടത്തിയത്. 2 മാസം മുൻപത്തെ സാഹചര്യത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രമാണ് ഇന്ന് വിപണിയിലുള്ളത്. എണ്ണവില കുതിച്ചുയരുമെന്ന ഭീതിയിൽ നിന്നും എണ്ണ വിപണിയിൽ കവിയുമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇവിടെയും വിപണിയിൽ വീണ്ടും ഒരു സന്തുലിതാവസ്ഥ കൊണ്ടുവരാൻ ശേഷിയുള്ള രാജ്യം ചൈന മാത്രമാണ്. എന്നാൽ സ്വന്തമായി വലിയ ശേഖരമുള്ള ഇവകളിലേക്ക് അതിവേഗം മാറുന്ന ചൈന ഇനി ആഗോള വിപണിയിൽ നിന്നും വലിയ തോതിൽ എണ്ണ വാങ്ങാൻ താൽപ്പര്യപ്പെടുമോ എന്നതാണ് ഇപ്പോൾ സാമ്പത്തിക ലോകം ഉറ്റുനോക്കുന്ന പ്രധാന ചോദ്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.